പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 85-ാമത്തെ സങ്കീർത്തനമാണ് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനമരുളും. കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനമരുളും. ഇന്നലത്തെ ചിന്തയോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു വചനഭാഗമാണ് ഇന്നത്തേത്. ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും, ആർക്ക് സാധിക്കും, അങ്ങനെയെങ്കിൽ ആർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. സമ്പത്തിൽ ആശ്രയം വയ്ക്കേണ്ട, സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല, അതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണെന്നൊക്കെ കർത്താവ് പറയുമ്പോഴാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, കർത്താവിനെല്ലാം സാധ്യമാണ്, കർത്താവിനെല്ലാം സാധ്യമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇന്നലെ ഓർമ്മപ്പെടുത്തിയല്ലോ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും, മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും, മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. കർത്താവിനോട് അപ്പോഴാണ് അവർ ചോദിക്കണേ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ പിന്നാലെ വന്നല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും? വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്, നിങ്ങൾക്കെല്ലാം 100 ഇരട്ടിയായിട്ട് കിട്ടും, ഒപ്പം ബോണസായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് ഒരു നിത്യജീവനും കിട്ടും. ഇത്രയൊക്കെ പോരെ? ബാക്കിയുള്ളതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും ചോദ്യമാണ്. ഇങ്ങനെ സമ്പത്തുണ്ടാക്കി വെച്ചില്ലെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ, ഒരു ബാലൻസ് ബാങ്കിൽ ബാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇനി എങ്ങനെ ജീവിക്കും? ഇതൊക്കെ ഉണ്ടായിക്കോളൂന്നേ. കർത്താവ് പറയണത് അതാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ അതൊക്കെ ഇരട്ടിക്കിരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതിന് എത്ര അനുഭവം വേണം നമുക്ക്? കർത്താവ് അതാ പറയണ 85-ാമത്തെ സങ്കീർത്തനം, കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനമരുളും. ഉറപ്പുള്ള കാര്യം, കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനമരുളും. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഒന്നാമത്തെ വായന കൂടി ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അവിടെ നമ്മൾ ഗിദെയോനെ കാണും. ഗിദെയോൻ എന്ന മനുഷ്യൻ ഇങ്ങനെ മനസ്സുമടുത്തിരിക്കുന്ന നേരമാണ്. ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ കഥ പറഞ്ഞ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ, ഞങ്ങളുടെ പിതാക്കന്മാരെ, ഞങ്ങളുടെ കാരണവന്മാരെ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടിപ്പോൾ ഞങ്ങൾ മറ്റൊരു രാജ്യക്കാർക്ക് അടിമകളായിട്ട് ജീവിക്കേണ്ടി വരുന്നു എന്നൊക്കെയുള്ള സങ്കടത്തിലിരിക്കുന്ന ഗിദെയോൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. അപ്പോഴാണ് ഇയാൾ ഉള്ളിലുള്ള സങ്കടം മുഴുവൻ പുറത്തറിയിക്കുന്നത്. പ്രഭോ, കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഈ തിന്മകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്, ഞങ്ങൾ അവരുടെ അടിമത്തത്തിൽ കഴിയേണ്ടി വരുന്നത്? അപ്പോൾ കർത്താവിനെ ദൂതൻ പറയുന്നുണ്ട്, ധീരതയോടും ശക്തിയോടും കൂടെ ഇസ്രായേൽക്കാരെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക. സർവശക്തിയോടും കൂടെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് നിന്റെ ജനത്തെ മോചിപ്പിക്കുക. അത്രയും നേരം പരാതി പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ പതിയെ ഇങ്ങനെ ചുരുണ്ടുകൂടുന്നുണ്ട്. അയ്യോ, ഞാൻ എങ്ങനെയാ, എനിക്കെങ്ങനെയാ പറ്റണേ, എനിക്ക് കഴിവില്ലാത്തൊരു മനുഷ്യനാ ഞാനിങ്ങനെ, ഉള്ളിൽ എൻ്റെ സങ്കടം പറഞ്ഞെന്നേ ഉള്ളൂ. ആ സമയം കർത്താവ് പറയുന്നുണ്ട്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഗിദെയോൻ ഇങ്ങനെ മിദ്യാൻകാരെ തോൽപ്പിക്കുന്ന കാഴ്ച പിന്നീടുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ വായിക്കും. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണെന്ന്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനം നൽകും. പരിപൂർണമായൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഈ കർത്താവെങ്കിൽ? ഈ പണത്തിന് പിന്നാലെ മറ്റു കാര്യങ്ങൾ സമ്പാദിക്കുന്നതിന് ഓടി നടക്കുന്ന നേരത്തിൽ ഈശോയ്ക്ക് നേരെ ഒന്ന് തിരിയാൻ പറ്റും. എൻ്റെ ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിഞ്ഞുകൊണ്ട് ഒരിത്തിരി നേരം ചെലവഴിക്കാൻ പറ്റും. കുറച്ച് നേരം അധികം എൻ്റെ കർത്താവിൻ്റെ മുൻപിലിരുന്ന് ഒന്ന് അവനെ ആരാധിക്കാൻ പറ്റും. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. വചനം പറയുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയതോടുകൂടെ ഗിദെയോൻ ഇങ്ങനെ ആ മനുഷ്യരെ, ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത് കാണും. കർത്താവ് പറയും, എനിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന സമയമൊന്നും വെറുതെ ആവില്ല.
എനിക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും വെറുതെയാവില്ല. എന്നിൽ ആശ്രയിച്ചാൽ, എന്നിൽ ശരണപ്പെട്ടാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴികളൊക്കെ സ്വാതന്ത്ര്യമടക്കം, നിങ്ങളുടെ സ്വർഗരാജ്യത്തുള്ള നിത്യജീവൻ അടക്കം അഷ്വേർഡാണ്. കർത്താവിങ്കിലേക്ക് തിരിഞ്ഞാൽ, കർത്താവിൽ ആശ്രയിച്ചാൽ ഇനി എന്താ സംശയം? ഇനി എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ഇനിയും കർത്താവിന് വേണ്ടി കൊടുക്കേണ്ട സമയം നമ്മൾ മറ്റു പലതിൻ്റെയും പിന്നാലെ വ്യഗ്രതയോടുകൂടെ അലയാനാണോ ഉദ്ദേശിച്ചിരിക്കണേ? കർത്താവിന് വേണ്ടി സമയം കൊടുക്കുക, കർത്താവിൽ പരിപൂർണമായി ആശ്രയിക്കുക. മറ്റുള്ളതെല്ലാം നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടും. എങ്ങനെയാ ജീവിക്കാൻ പറ്റണേ കർത്താവ് എങ്ങനെയൊക്കെ എന്ന് ചോദിക്കുന്നവരോട് കർത്താവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം മുന്നിലേക്ക് നിരത്തി വെച്ചു തരാം. കയ്യിലൊന്നുമില്ലാതെ കർത്താവ് എന്ന ഒരൊറ്റ ബലത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കരുത്ത് ഈ ലോകത്ത് ഒരാൾക്കും തകർക്കാൻ പറ്റാത്തത്. കാരണം അവരുടെ കൂടെ കർത്താവാണ്. കർത്താവെ, അങ്ങിൽ ആശ്രയിക്കാൻ, അങ്ങിൽ പരിപൂർണമായി ശരണപ്പെടാൻ, അങ്ങിൽ മുഴുവനായി വിശ്വസിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഉള്ളിൽ ഉറയ്ക്കുന്നതിന് വേണ്ടി ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം ഒന്ന് തുറക്കണം. 3-ാമത്തെ അധ്യായം, 3 അധ്യായങ്ങളേ ഉള്ളൂ. ആ 3-ാമത്തെ അധ്യായത്തിന്റെ 17 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കണം. ഹൃദയം ഇങ്ങനെ കർത്താവിൽ ഉറപ്പിച്ച് ജീവിക്കാനായിട്ട് ഈ വചനം നമ്മളെ ബലപ്പെടുത്തും, നമുക്ക് തെളിച്ചം തരും. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.